സ്നേഹമുള്ളവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പംക്തിയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 18 അധ്യായങ്ങളിൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ പഠനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. വചന വ്യാഖ്യാനവും വചന വിചിന്തനവും നടത്തി. നമ്മൾ ഈ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 27 വരെയുള്ള വചനഭാഗമാണ് പഠന വിധേയമാക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ ഈശോ അന്നാസ് എന്ന് വിളിക്കപ്പെടുന്ന മഹാപുരോഹിതന്റെ മുൻപിൽ വിചാരണയ്ക്കായി കൊണ്ടുചെന്ന് നിർത്തപ്പെട്ടിരിക്കുന്ന വചനഭാഗമാണ്. ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കും വിചിന്തനത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ ബൈബിൾ എടുക്കണേ. എന്നിട്ട് എന്നോടൊപ്പം നിങ്ങളും ആ വചനഭാഗം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനഭാഗമാണ് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ വചനഭാഗം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും കൂടെ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്. 18-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യഫാസിൻ്റെ ഭാര്യാപിതാവായിരുന്നു. ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യഫാസാണ്. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ മഹാപുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസ് ആകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ മഹാപുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ആ മനുഷ്യൻ്റെ ശിഷ്യരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, ഞാനല്ല. തണുപ്പായതിനാൽ ഭൃത്യരും സേവകരും കനൽ കൂട്ടി തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരുടെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവനിത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകരിൽ ഒരുവൻ, ഇങ്ങനെയാണോ മഹാപുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടിച്ചു. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് മഹാപുരോഹിതനായ കയ്യഫാസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനല്ല. മഹാപുരോഹിതൻ്റെ ഭൃത്യരിലൊരുവനും പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും പറഞ്ഞു. ഉടനെ കോഴി കൂകി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ,
ഒരു വാഗ്മയ ചിത്രം പോലെ, അതുമല്ലെങ്കിൽ ഒരു നാടകത്തിലോ സിനിമയിലോ എന്നതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധമാണ് ഈശോ മഹാപുരോഹിതനായ അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും അടുക്കലേക്ക് നയിക്കപ്പെടുന്നതിനെയും പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സേവകന്മാർ വന്ന് പത്രോസിനോട് 3 പ്രാവശ്യം നീയും അവനോട് കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിക്കുന്നതും അവൻ 3 പ്രാവശ്യവും തള്ളിപ്പറയുന്നതുമായ വചനഭാഗങ്ങൾ യോഹന്നാൻ സുവിശേഷകൻ്റെ രചനാ വൈഭവത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയും ഇവിടുത്തെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്ന ഫാദർ ഇൻ ലോ അന്നാസിൻ്റെ അടുക്കലേക്കാണ് പടയാളികൾ ഈശോയെ ആദ്യം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയും കയ്യഫാസ് പ്രധാന പുരോഹിതനായിരുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈശോ അന്നാസിൻ്റെ മുമ്പിൽ ഒരു വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വന്നത് എന്നത് ബൈബിൾ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവൻ തീർച്ചയായും വിചാരണയ്ക്ക് വിധേയനാകേണ്ടിയിരുന്നത് കയ്യഫാസിൻ്റെ മുൻപിലാണ്. കാരണം കയ്യഫയാണ് പ്രധാന പുരോഹിതൻ. എന്നാൽ അവനെ കൊണ്ടുപോയത് അവൻ്റെ അമ്മായിയപ്പനായ അന്നാസിൻ്റെ അടുക്കലേക്കാണ്. ചില അമ്മായിയപ്പന്മാർ ഇങ്ങനെ കൈ കടത്താറുണ്ട് എന്നുള്ളത് ചിലർക്കെങ്കിലുമൊക്കെ ബോധ്യമുള്ള കാര്യമായിരിക്കും. ചിലരുടെ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ് ചിലരുടെ മാതാപിതാക്കളോട്, അതുമല്ലെങ്കിൽ അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട്. ഇപ്രകാരമുള്ള ഡിപ്പെൻഡൻസി ചിലപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഹിതകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നതിൻ്റെ ഒരു തെളിവാണ് കയ്യഫാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈശോയെ അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവിഹിതമായ രീതിയിൽ അധികാരം നിലനിർത്തുകയും പണം സമ്പാദിക്കുകയും ചെയ്ത ഒരു പ്രധാന പുരോഹിതനായിരുന്നു അന്നാസ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അധികാരികളെ സ്വാധീനിച്ച് തൻ്റെ 4 മക്കളെയും ഒരു മകനെയും പ്രധാന പുരോഹിത പദത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒന്നാണ്. ബലിയർപ്പണത്തിന് കുറവുകളില്ലാത്ത ആടുമാടുകളെയും പ്രാവുകളെയും ലഭ്യമാക്കുന്നു എന്നതിൻ്റെ പേരിൽ കൊള്ള ലാഭമെടുത്ത് ദൈവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കി അയാൾ മാറ്റി എന്നതും പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രതിപാദ്യമായി അന്നാസിനെയും കയ്യഫാസിനെയും അവരുടെ ദുശ്ചെയ്തികൾക്ക് വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിനെ ചോദ്യം ചെയ്യുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്ത ഈശോയോടുള്ള ശത്രുതയായിരിക്കണം തൻ്റെ മുൻപിൽ വിചാരണ നടത്തുവാൻ ഈശോയെ അന്നാസിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അന്നാസ് ചെയ്തുകൊണ്ടിരുന്ന ദുശ്ചെയ്തികളെ ചോദ്യം ചെയ്ത, എതിർത്ത കർത്താവിനെ അന്നാസ് തന്നെയും വിചാരണയ്ക്ക് വേണ്ടിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മകളെ കെട്ടിയവന് വേണ്ടി അമ്മായിയപ്പൻ കർത്താവിനെ വിചാരണ ചെയ്യുകയാണ്. അന്നാസിൻ്റെ വിചാരണയിൽ ഈശോയുടെ പ്രബോധനമാണ് പ്രധാന വിഷയമായി നമ്മൾ കാണുന്നത്. പരസ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോയുടെ പ്രതിച്ഛായ ഒരു പ്രബോധകൻ്റേതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. റബ്ബി, ഗുരു എന്നാണ് പലരും അവിടുത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു എന്ന് നിക്കദേമൂസ് ഈശോയോട് പറഞ്ഞത്. 3-ാം അധ്യായത്തിന് 2-ാം തിരുവചനത്തിൽ യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. റബ്ബി, അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിൽ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈശോ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചതും അവിടുത്തെ പ്രബോധനത്തിനാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, അവസരം കിട്ടുമ്പോഴെല്ലാം ഈശോ തൻ്റെ ശിഷ്യരെയും ജനക്കൂട്ടങ്ങളെയും പഠിപ്പിച്ചിരുന്നതായി സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് സമാന്തര സുവിശേഷകന്മാരിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരെയും പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും വിശ്രമത്തിനായി മരുഭൂമിയിലേക്ക് പോയ ഈശോ അവിടെ കൂടിയിരുന്ന ജനസഞ്ചയത്തെ കണ്ട് അവരിൽ അലിവ് തോന്നി അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് മർക്കോസ് സുവിശേഷകൻ
6-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷങ്ങളുടെ ഉള്ളടക്കത്തിൽ ഈശോയുടെ പ്രബോധനങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും ഉപമകൾക്കും അനന്യമായ സ്ഥാനമാണുള്ളത് എന്നുള്ളതും പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയും കർത്താവ് പ്രബോധനങ്ങൾ നൽകിയപ്പോഴും അവൻ്റെ പ്രഭാഷണങ്ങളും അവൻ ഉപയോഗിച്ച ഉപമകളുമൊക്കെയും വലിയ രീതിയിൽ സുവിശേഷകന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ബൈബിളിലെ സുവിശേഷങ്ങളെ സമ്പന്നമാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? എല്ലാം പരസ്യമായി തന്നെ പഠിപ്പിച്ചിരുന്ന ഈശോ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് തന്നെ ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് അവർക്കറിയാമെന്ന 21-ാമത്തെ വാക്യത്തിലെ മറുപടി. ഇവിടെ ഞാൻ പറഞ്ഞത് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലാ ലെയിൻ എന്ന പദമാണ്. ലാ ലെയിൻ എന്ന പദം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി സ്ക്രീനിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പറഞ്ഞത് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഈശോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ലാ ലെയിൻ. കണ്ടോ? ഇതൊരു ഗ്രീക്ക് വാക്കാണ് കേട്ടോ. ലാ ലെയിൻ എന്ന വാക്ക് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലായി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ലാ ലെയിൻ എന്ന വാക്കിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞത് എന്നാണ്. ഈ ലാ ലെയിൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ ഒരു സൂചന ഈ ലാ ലെയിൻ, ഞാൻ പറഞ്ഞത് എന്ന വാക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെയും ദൈവിക വെളിപ്പെടുത്തലിലേക്ക് സൂചന നൽകുന്ന ഈ വാക്ക് അവരെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗ്രീക്ക് മൂലത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തെ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് ഈശോ തൻ്റെ രക്ഷാകര പ്രവർത്തനം നിർവഹിക്കുന്നത്. ദൈവപിതാവിനെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ മറുപടിയിൽ തൻ്റെ ഈ ദൗത്യം ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പരസ്യമായി തന്നെയും അവൻ പ്രഖ്യാപിക്കുന്നുണ്ട്. താൻ എന്തിനു വേണ്ടിയാണ് വന്നത് എന്നും തൻ്റെ ബോധ്യം എന്താണെന്നും പിതാവായ ദൈവം തന്നെ എന്തിനു വേണ്ടി അയച്ചു എന്നുള്ളതും ഈശോയ്ക്ക് വ്യക്തതയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയും യഹൂദ നിയമമനുസരിച്ച് ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്യേണ്ടത് സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് എന്ന് കൃത്യമായി നിയമം പറഞ്ഞിട്ടുണ്ട്. കുറ്റവാളിയെ ചോദ്യം ചെയ്ത് കുറ്റം കണ്ടെത്തുക എന്നുള്ളത് സാക്ഷികളില്ലാതെ ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധമായ അന്നാസിൻ്റെ നടപടിയെ ഈശോ ചോദ്യം ചെയ്യുകയാണ് ഇതുവഴിയായി. ഞാനൊന്നും രഹസ്യമായി പഠിപ്പിച്ചിട്ടില്ല. എന്നെ കേട്ടവർക്കെല്ലാവർക്കും അറിയാം ഞാൻ എന്താ പറഞ്ഞത് എന്നത്. ഇതൊരു ബോധ്യമാകട്ടോ. മരണം മുഖാഭിമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുവൻ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമുള്ളവനോട് തർക്കിക്കുകയല്ല, മറിച്ച് ബോധ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാ. ഞാൻ രഹസ്യമായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലുമൊക്കെ പറയാറില്ലേ, അച്ഛാ ഞാനൊരു തുറന്ന പുസ്തകം പോലെയാണ് അല്ലേ? ചിലരുടെയൊക്കെ ഒരു രീതിയാണത്, സംസാര ഭാഷ. വളരെ ഓപ്പണാണ് ഞാനൊന്നും അകത്ത് വെച്ചുകൊണ്ടിരിക്കാറില്ല അച്ചോ. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് പറയാറില്ല. ഉള്ളതെന്താണോ അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാറുണ്ട്. ഈശോ പറയുന്നത് തന്നെയാണ്. ഞാൻ രഹസ്യമായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് എൻ്റെ ശ്രോതാക്കളോട്, എൻ്റെ കേൾവിക്കാരോട് ചോദിച്ചാൽ അവർ പറയുമല്ലോ. പിന്നെ എന്തിനാ ഒരു ഭീകരവാദിയോട് എന്നതുപോലെ നിങ്ങൾ എന്നോട് പെരുമാറുന്നത്, എന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് അവിടെ. ഈശോയുടെ അടുത്ത് നിന്ന സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് സംസാരിക്കുന്നത്, മറുപടി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈശോയെ അടിച്ചു എന്ന് 22-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയെ അടിച്ചു. ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയേണ്ടത്? ഇതായിരുന്നു ചോദ്യവും അടിയുടെ കാരണവും എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഈശോയെ എത്രമാത്രം അവർ പീഡിപ്പിക്കുന്നു എന്നതിൻ്റെ കൃത്യതയുള്ള ഒരു വിവരണമാണ് യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നത്. അകാരണമായി അല്ലെങ്കിൽ നീതിനിഷ്ഠയില്ലാതെ തന്നെയും കർത്താവിനെ വിധിക്കുന്ന ഒരു രംഗം.
ഈശോ പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 3 ത്രിവിധ സ്വഭാവങ്ങളും ശുശ്രൂഷകളുമാണ് പ്രവാചകനാകുക, പുരോഹിതനാകുക, രാജാവാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ ഈ 3 ദൗത്യങ്ങളും നിർവഹിച്ചിരുന്നത് 3 വ്യത്യസ്തങ്ങളായ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിരുന്നെങ്കിൽ ഈശോയിൽ ഇവ 3ഉം ഒന്നിച്ചു എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത. ദൈവപുത്രനായ കർത്താവ് അവൻ തന്നെയും പ്രവാചകനായിരുന്നു, അവൻ തന്നെയും പുരോഹിതനായിരുന്നു, അവൻ തന്നെയും രാജാവുമായിരുന്നു എന്നതാണ് ഈശോയുടെ പ്രത്യേകത. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രവാചകന്മാരെ കാണുന്നുണ്ട്. അത് യേശയ്യാകട്ടെ, ജെറമിയ ആകട്ടെ, ദാനിയേലാകട്ടെ, എസക്കിയേലാകട്ടെ, ഒബാദിയ ആകട്ടെ, ആമോസ് ആകട്ടെ, ഹോസിയ ആകട്ടെയോ, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരിൽ ഒരു ഗണം പ്രവാചകന്മാരെ നമുക്കറിയാം. പുരോഹിതന്മാർ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അഹറോനു ശേഷം പുരോഹിതന്മാരായി വാഴിക്കപ്പെട്ട അനേകം പേരെക്കുറിച്ച് വിശുദ്ധ പഴയ നിയമഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നില്ലേ? രാജാക്കന്മാരെയും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് സാവൂളാകട്ടെ, ദാവീദാകട്ടെ, സോളമനാകട്ടെ, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റേതെങ്കിലും രാജാവാകട്ടെ, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ഗണങ്ങളിൽപ്പെട്ട മനുഷ്യരായിരുന്നു. ചിലർ പ്രവാചകന്മാരാകാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണെങ്കിൽ മറ്റു ചിലർ പുരോഹിതന്മാരാകാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണ്. വേറെ ചിലർ രാജാക്കന്മാരായി വാഴിക്കപ്പെടാൻ മാത്രമായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ യേശുവിൽ ഈ 3 കാര്യങ്ങളും ഒന്നായി തീരുന്നു എന്നുള്ളതാണ് ദൈവപുത്രനായ കർത്താവിൻ്റെ പ്രത്യേകതയെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ മനസ്സിലാക്കിയിരിക്കുക, അഴിമതി നടന്നിരുന്ന ദേവാലയം ശുദ്ധീകരിച്ചതിലൂടെയും അന്നാസിൻ്റെ നിയമവിരുദ്ധമായ നടപടിയെ ചോദ്യം ചെയ്തതിലൂടെയും ഈശോയുടെ പ്രവാചക ധീരതയാണ് വെളിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമാന്തര സുവിശേഷകന്മാർ സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തും യോഹന്നാൻ സുവിശേഷകൻ സുവിശേഷൻ്റെ ആരംഭ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവാലയ വിശുദ്ധീകരണം എന്നുള്ളത് ഈശോയുടെ പ്രവാചക ധീരതയുടെ അടയാളമാണ്. പ്രവാചക ദൗത്യ നിർവഹണത്തിൽ സഹനമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ഈശോയെ അടിച്ചതിലൂടെ വെളിവാക്കപ്പെട്ടത്. ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് സംസാരിക്കുന്നത് ചോദിച്ച് അവൻ്റെ കവിളത്തടിച്ചു എന്നാണ് പറയുന്നത്. ഈ ധീരത കാണിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മളൊക്കെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ധീരത സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴും ഈശോ സ്നേഹം വെടിയാതെ അടിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ എന്തിനാ എന്നെ അടിച്ചേ? 23-ാമത്തെ വാക്യമാണ്. 22-ാമത്തെ വാക്യത്തിൽ അവനെ പടയാളികളൊരു സേവകന്മാരൊരു അടിക്കുമ്പോൾ 23 ഈശോ അവനെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. ആർക്ക് പറയാൻ പറ്റും ഇങ്ങനെ? ശരികളുടെ ഭാഗം മാത്രം നിൽക്കുന്നവർക്കേ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുള്ളവർക്കേ, ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നവർക്കേ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ശരിയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ എന്നെ അടിച്ചു? തെറ്റാണെങ്കിൽ അത് പ്രൂവ് ചെയ്യും നിങ്ങൾ. കർത്താവ് ജസ്റ്റിഫിക്കേഷന് വേണ്ടി പറയുന്ന വാക്കുകളല്ല, മറിച്ച് ഇതൊരു ബോധ്യമാണിത്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഇത് യാഥാർത്ഥ്യം എന്ന് പറയുന്നതും പറയുന്നത് തെറ്റാണെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും നമുക്കുണ്ടാകണം. ചിലരെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, നുണ പറയാൻ ഒരു മടിയുമില്ല, അല്ലേ? നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ വാ തുറക്കാറുള്ളെന്ന് ചിലരെക്കുറിച്ചൊക്കെ പറയാറില്ലേ? സഹോദരങ്ങളെ, സത്യം പറയുന്നവരാകുക, അത് ജീവിക്കുന്നവരാകുക. നുണയാണെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ധാർമ്മികത പുലർത്തുക. ഇങ്ങനെയാകണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. അതൊരു നിലപാടായി തന്നെ എടുക്കണം കേട്ടോ. ആ നിലപാടിൽ കോംപ്രമൈസുകൾ പാടില്ല. നോ കോംപ്രമൈസ് എന്ന് പറയുന്നില്ലേ? ഇതൊരു ധീരതയുടെ ഭാഗമാണ്. ധീരന്മാർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ദൈവികമായ ഈ കൃപാവരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള സഹനങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് എപ്രകാരമാണ് ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സഹോദരങ്ങളെ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം എന്ന് പറയുക.
അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗങ്ങൾ മുഴുവനായും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവനിലുള്ള നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗം എപ്രകാരമാണ് സ്വായത്തമാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിൻ്റെ അടുക്കലേക്ക് കർത്താവിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോയി നിർത്തുന്ന സംഭവത്തിനിടയിൽ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന വചനഭാഗങ്ങൾ 2 പ്രാവശ്യങ്ങളിലായി കയറി ഇറങ്ങിപ്പോകുന്നുണ്ട്. ആദ്യം 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും പിന്നീട് 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും പത്രോസ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നാസിൻ്റെ മുമ്പിലുള്ള വിചാരണയുടെ ഇടയിലാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ 12 ശിഷ്യന്മാരിൽ 10 പേരും ഓടി ഒളിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പത്രോസും യോഹന്നാനും മാത്രമാണ് ഈശോയെ അനുഗമിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈശോയോടുള്ള സ്നേഹമാണ് അതിനെ തീർച്ചയായും അവരെ നിർബന്ധിച്ചത് എന്നുള്ളതും വ്യക്തമാണല്ലോ. കൊട്ടാരമുറ്റത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പത്രോസ് വാതിൽക്കൽ നിന്നുവെന്നും വത്സല ശിഷ്യനായ യോഹന്നാൻ അവിടുത്തെ അകത്തിരിക്കുന്ന ആളെ അറിയാമായിരുന്നതുകൊണ്ട്, പ്രധാന പുരോഹിതനെ അറിയാമായിരുന്നതുകൊണ്ട് അവൻ അകത്ത് പ്രവേശിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം. ഗുരു അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിൽക്കുക തീർത്തും അപകടകരമാണ്. എങ്കിലും ഈശോയോടുള്ള സ്നേഹം പത്രോസിനെ അതിന് നിർബന്ധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുതന്നെയാണ് യോഹന്നാനും ചെയ്തത്. യോഹന്നാൻ മുറ്റത്ത് കയറുക മാത്രമല്ല, ഈശോയോടുകൂടി അവസാനം വരെ ആയിരിക്കുകയും ചെയ്തവനാണ്. അതുകൊണ്ടാണ് അവനെ ഒരുപക്ഷെ വത്സല ശിഷ്യൻ എന്ന് 4-ാം സുവിശേഷകൻ വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ധൈര്യം എന്നതിനേക്കാൾ ഉപരി ഈശോയോടുള്ള സ്നേഹമാണ് പത്രോസിനെയും യോഹന്നാനെയും അതിന് പ്രേരിപ്പിച്ചത്. പത്രോസിൻ്റെ ധൈര്യമില്ലായ്മയുടെ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ തള്ളിപ്പറയലായി നമ്മൾ കാണുന്നത്. നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കുമെന്ന് പത്രോസ് പറയുന്നതായി യോഹന്നാൻ 13:37 നമ്മൾ വായിച്ചതാ. ഇപ്രകാരം ഉറക്കെ പ്രഖ്യാപിച്ച പത്രോസാണ്, ശിമയോൻ പത്രോസാണ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത്. അതാണ് 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ധൈര്യത്തെക്കാൾ ഉപരി ഈശോയുമായി അവർ സ്ഥാപിച്ച സ്നേഹബന്ധമാണ് അപകടത്തിലും ഈശോയോടൊത്തായിരിക്കുവാൻ പത്രോസിനെയും യോഹന്നാനെയും നിർബന്ധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പത്രോസ് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് 3 പ്രാവശ്യം ഗുരുവിനെ നിഷേധിച്ചു. പ്രലോഭനങ്ങൾ മനുഷ്യ സഹജമാണ്, അല്ലേ? എല്ലാ മനുഷ്യർക്കും ഇപ്രകാരമുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. ദൈവം പ്രത്യേകം ഒരാളെ തിരഞ്ഞെടുത്തതുകൊണ്ട് മനുഷ്യപ്രകൃതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ജാത്യാ ഉള്ളത് തൂത്താ പോകുകയല്ല എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർക്കുക, മനുഷ്യനായ ദൈവത്തിന് പോലും പ്രലോഭനങ്ങൾ അനുഭവപ്പെട്ടു, ഇല്ലേ? പ്രലോഭകൻ അവൻ്റെ അടുക്കൽ വരുന്നതായി നമ്മൾ കാണുന്നില്ലേ? അവൻ അതിജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സുവിശേഷകൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിലുമുണ്ട്, 25-ാമത്തെ വാക്യത്തിലുമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ ചെയ്യപ്പെടുന്ന ഗുരുവിനെ പറ്റിയുള്ള ആകുലതയുടെ ചൂട് ഉള്ളിൽ അനുഭവപ്പെടാത്തതുകൊണ്ടാകണം പത്രോസ് ബാഹ്യമായ ചൂട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തീ കായാൻ വേണ്ടി പോയത്. ഈ ലോക സുഖങ്ങൾ ആസ്വദിക്കാനുള്ള വ്യഗ്രത പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാൻ കാരണമാക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക, പത്രോസ് 3-ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഉടനെ കോഴി കൂവി എന്നത് സൂചനാത്മകമാണ്. ഈശോ മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പ് നമുക്കറിയാമല്ലോ. 13-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഓർക്കാനും തൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും ഇത് പത്രോസിന് കളമൊരുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ലൂക്കായുടെ സുവിശേഷം ഇത് വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് കേട്ടോ. 22-ാം അധ്യായത്തിൻ്റെ 61-62 വാക്യങ്ങളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം. അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു എന്നാണ് ലൂക്കാ സുവിശേഷകൻ 22-ാം അധ്യായത്തിൻ്റെ 61-62 വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നോട്ടം
പത്രോസിൻ്റെ അനുതാപം ഉണ്ടാക്കി. കർത്താവിനെ നോക്കിയാൽ പാപത്തിൽ നിന്നും അനുതാപമുണ്ടാകും. കർത്താവിൻ്റെ സ്നേഹത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നോട്ടമായിരിക്കണം പത്രോസിന് ലഭിച്ചത്. സ്നേഹത്തിൽ നിന്നുളവാകുന്ന അനുതാപം പത്രോസിനെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്തു എന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. വീഴ്ചകൾ നമ്മെ ഒരിക്കലും തളർത്താനിടയാക്കരുത്. പത്രോസിനെ പോലെ വീഴ്ചകൾ നമുക്ക് ദൈവസ്നേഹത്തിൽ വളരാനുള്ള ചവിട്ടുപടിയായി ഉപയോഗിക്കപ്പെടണം. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ ഏറ്റുപറച്ചിൽ 18-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങൾ പത്രോസിൻ്റെ തള്ളിപ്പറയലുകളുടെ 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലെയും 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിനിടയ്ക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തള്ളിപ്പറയലിൻ്റെയും ഏറ്റുപറയലിൻ്റെയും വൈരുദ്ധ്യാത്മകമായ അവതരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ അവൻ സ്വന്തം ജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്ന ആമുഖവാക്യം ഇവിടെ നിറവേറ്റപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈശോയ്ക്ക് നിഷേധാത്മകമായ പ്രതികരണങ്ങൾ മാത്രമാണ് ലഭിച്ചത്. സ്വന്തം ജനമായ യഹൂദരാണ് ഈശോയെ വിചാരണയ്ക്ക് വിധേയനാക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം ശിഷ്യഗണങ്ങളിൽ നിന്നും ഉപേക്ഷിക്കലിൻ്റെയും തള്ളിപ്പറയലിൻ്റെയും അനുഭവമാണ് ഈശോയ്ക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നന്മ ചെയ്യുന്നവർ പീഡിപ്പിക്കപ്പെടും, തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നഷ്ടധൈര്യരാകരുത്. വിശ്വാസത്തോടെ, ബോധ്യങ്ങളോടെ, നിലപാടുകളെടുത്ത് അവനോടുള്ള സ്നേഹത്തിൽ ബന്ധിതരാകാൻ നമുക്ക് ശ്രമിക്കാം. അതുവഴിയായി നമ്മുടെ സഹനങ്ങൾ അനുഗ്രഹമായി മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ.